ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലം നമ്മളെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും വരാൻ തിരുസഭ നമുക്ക് നൽകുന്ന ഒരു പ്രത്യേക അവസരമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പാവപ്പെട്ടവരുടെ സുവിശേഷം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അതിന് പ്രത്യേക കാരണമുണ്ട്. പാവപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരെയും മുറിവേറ്റവരെയും സമൂഹത്തിൽ തഴയപ്പെട്ടവരെയും ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരെയുമൊക്കെ ചേർത്ത് നിർത്തുന്ന ഈശോയുടെ ഉപമകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശുവിൻ്റെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥ പറയുന്ന 3 ഉപമകളുണ്ട്. കാണാതായ ആടിൻ്റെ ഉപമ, കാണാതായ നാണയത്തിൻ്റെ ഉപമ, ധൂർത്തപുത്രൻ്റെ ഉപമ. ഈ 3 ഉപമകളും ദൈവസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒത്തിരി കഥകൾ പറയുന്ന നിരവധി ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട്. അവഗണിക്കപ്പെട്ടവരെയും തഴയപ്പെട്ടവരെയും ഒക്കെ ചേർത്ത് നിർത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ഈ ഉപമകളിലൂടെ കാണാൻ സാധിക്കും. തിരിച്ചു വരുന്നവനെ തള്ളാതെ, അവൻ തളരാതെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ മാത്രമുള്ള ആഴമുള്ള സ്നേഹം ഈശോ ഈ ഉപമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമുക്കെല്ലാവർക്കും ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കൂടുതൽ അടുത്ത് വരാൻ, ദൈവത്തിൻ്റെ സ്നേഹം ആവോളം നുകരാൻ, യേശുവിൻ്റെ ഹൃദയത്തിൽ ഇടം കണ്ടെത്താൻ ഉള്ള അവസരം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈശോയുടെ ഉപമകൾ. എന്തുമാത്രം തെറ്റ് ചെയ്താലും, ഏതെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചാലും, എൻ്റെ ദൈവം എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. തിരികെ വന്നാൽ 2 കരങ്ങൾ നീട്ടി സ്വീകരിക്കുന്നവനാണ് എൻ്റെ ദൈവം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കേറെ പ്രത്യാശ നൽകുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 3 മുതൽ 7 വരെയാണ് കാണാതായ ആടിൻ്റെ ഉപമ പറയുന്നത്. ഒത്തിരി മനോഹരമായ ചിന്തകൾ നൽകുന്ന, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും അളക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണിത്. കാണാതായ ആടിൻ്റെ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ വ്യത്യസ്തതകളുണ്ട്, ദൈവസ്നേഹത്തിൻ്റെ ആഴമുണ്ട്, ദൈവസ്നേഹത്തിൻ്റെ അർത്ഥങ്ങളുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് ഓരോ വ്യക്തിയും അമൂല്യമാണ്. ആരെയും തള്ളിക്കളയാതെ, ആരെയും ഉപേക്ഷിക്കാതെ ദൈവം ചേർത്ത് നിർത്തുന്നു. 100 ആടുകൾ ഉണ്ടായിരുന്നിട്ടും അവയിൽ 1 നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയതിനും 100ൻ്റെ മൂല്യം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ 99ൻ്റെ മൂല്യം കൊടുത്തുകൊണ്ട് അതിനെ തേടി ഇറങ്ങുന്നവനാണ് ദൈവം. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ അമൂല്യരാണ്. ഒരിക്കലും ദൈവം നമ്മുടെ കുറവുകളോ നമ്മുടെ പ്രശ്നങ്ങളോ നമ്മുടെ ബലഹീനതകളോ നമ്മുടേതായ ചില തഴക്കദോഷങ്ങളോ വെച്ച് ദൈവം നമ്മെ തള്ളിക്കളയുകയില്ല. ദൈവം തൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരും. ദൈവത്തിനൊക്കെ നമ്മൾ ഓരോരുത്തരും വിലപ്പെട്ടവരാണ് എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി, നമ്മുടെ ദൈവം തേടിയെത്തുന്ന ദൈവമാണ്, അന്വേഷിച്ച് കണ്ടെത്തുന്ന ദൈവമാണ്. ആട് നഷ്ടപ്പെട്ടു പോയി, അത് വഴിതെറ്റിപ്പോയി, അതിന് തിരികെ വരാനായിട്ട് സാധിക്കുകയില്ല. സ്വയം അത് എത്രമാത്രം ശ്രമിച്ചാലും അതിൻ്റെ തിരികെയുള്ള വഴികൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം അതിനെ തേടിയെത്തുന്നത്. തിരികെ വരാൻ ആഗ്രഹിച്ചാലും നടക്കാത്ത മനുഷ്യൻ്റെ ബലഹീനതയെ തേടിയെത്തുന്നവനാണ്, ആ ബലഹീനതയെ തേടിയെത്തി തിരികെ സ്വീകരിക്കുന്നവനാണ് മനുഷ്യൻ്റെ പൂർണ്ണതയിൽ, മനുഷ്യൻ്റെ മാഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് അവനെ സ്വീകരിക്കുന്നവനാണ് ദൈവം. ദൈവം സ്വർഗത്തിൽ എവിടെയോ മറഞ്ഞിരിക്കുന്നവനല്ല എന്നുള്ള തിരിച്ചറിവാണ് ഈ ഉപമ നമുക്ക് നൽകുന്നത്. അവൻ നമ്മോടൊപ്പമുള്ളവനാണ്, നമ്മെ തേടിയെത്തുന്നവനാണ്, നമ്മെ ഉപേക്ഷിക്കാത്തവനാണ്, കരുതലും കാരുണ്യവും അനുകമ്പയുമുള്ളവനാണ്. ഒരിക്കലും അവൻ നമ്മെ തള്ളിക്കളയുകയില്ല, നമ്മെ ഉപേക്ഷിക്കപ്പെടാൻ വിട്ടുകൊടുക്കുകയുമില്ല. മൂന്നാമതായി, പാപി മനസ്സ് തിരിഞ്ഞ്
തിരിച്ചു വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു എന്നുള്ളത് ഏറെ പ്രത്യാശ നൽകുന്ന ഒരു വലിയ രഹസ്യമാണ്. കാണാതായ ആടിനെ കണ്ടു കിട്ടിയപ്പോൾ അതിനെ തോളിലേറ്റി സന്തോഷിക്കുന്നവനാണ് ദൈവം. ഒരിക്കലും ആ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ മനുഷ്യന് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. കളഞ്ഞു പോയതിനെ, നഷ്ടപ്പെട്ടു പോയതിനെ ഉപേക്ഷിക്കുന്നതാണ് മനുഷ്യൻ്റെ സ്വഭാവം. അല്ലെങ്കിൽ കുറവുള്ളതിനെ തള്ളിക്കളയുന്നതാണ്. അനാഥരെയും ആലംബഹീനരെയും ഒക്കെ അവഗണിക്കുന്ന സ്വഭാവം മനുഷ്യർക്കുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സ്വഭാവം അങ്ങനെയല്ല. എല്ലാത്തിനെയും ചേർത്ത് നിർത്തി കൂടെ കൂട്ടി തിരികെ കൊണ്ടുവന്ന് തോളിലെടുത്ത് സന്തോഷിക്കുകയാണ്. തിരിച്ചു വരുന്ന ആടിനെ ഓർത്ത്, തിരിച്ചു വരുന്ന പാപിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. സ്നേഹമുള്ളവരെ, സഭയ്ക്ക് ക്രിസ്തു ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം നമ്മളിവിടെ മനസ്സിലാക്കണം. എല്ലാവരെയും ചേർത്ത് നിർത്തിയ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തേണ്ടതാണ് സഭയുടെ പ്രധാനപ്പെട്ട ദൗത്യം. ആരെയും അവഗണിക്കാതെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും തഴയപ്പെട്ടവരെയും കുറവുകളുള്ളവരെയും മുടന്തുള്ളവരെയും തനിയെ നടക്കാൻ സാധിക്കാത്തവരെയും തോളിലെടുത്ത് അവരെയും കൂടെ ചേർത്ത് നിർത്തി സഭയുടെ സ്വന്തമാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് സഭയുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറെ വലിയ ഒരു ദൗത്യമാണ്. നമ്മൾ ഓരോരുത്തരും സഭയിലെ അംഗമാണ്. കർത്താവിൻ്റെ ഭൗതിക ശരീരമാണ് സഭ. ആ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈശോയെ സ്നേഹിക്കാം, ഈശോയുടെ കാരുണ്യത്തെ മനസ്സിലാക്കാം, ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് അനുഭവിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.